കേരള രാഷ്ട്രീയത്തിൽ നിലവിലുള്ള പല വിവാദങ്ങളോടും കണ്ണു ചേർന്ന് നിൽക്കുന്ന ഒരു പുതിയ വിവരം പുറത്തു വന്നത് വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഹാജരാകാൻ സമൻസ് അയച്ചതിന്റെ രേഖകളാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുന്നിൽ എത്തിയിരിക്കുന്നത്. 2023 നടന്ന ഈ സംഭവം ലൈഫ് മിഷൻ കേസിന്റെ അന്വേഷണം മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് വരെ നീണ്ടിരുന്നു എന്നതിന്റെ നിർണായകമായ തെളിവായി വിലയിരുത്തപ്പെടുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ, മറ്റ് കേന്ദ്രമന്ത്രിമാർ എന്നിവരുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ സമൻസിന്റെ രേഖ പുറത്തു വന്നത്. ഔദ്യോഗികമായി വയനാട് ദുരന്തത്തിന് കൂടുതൽ കേന്ദ്ര സഹായം അഭ്യർത്ഥിക്കുക, ദേശീയപാത വികസനവും മറ്റ് അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളും ത്വരിതപ്പെടുത്തുക, സംസ്ഥാനത്തിന്റെ ആഭ്യന്തര സുരക്ഷയും തീരദേശ സുരക്ഷയും ചർച്ച ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളാണ് കൂടിക്കാഴ്ചയിൽ മുഖ്യമായും ചർച്ച ചെയ്തതെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഉന്നതതല ചർച്ചകൾ നടക്കുന്നതിനിടെ മുഖ്യമന്ത്രിയുടെ മകനെതിരായ കേന്ദ്ര ഏജൻസിയുടെ നടപടിയെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നത് രാഷ്ട്രീയമായി ഏറെ ശ്രദ്ധേയമായി. ഈ സമയബന്ധിതമായ വെളിപ്പെടുത്തൽ ഡൽഹിയിലെ ഉന്നതതല കൂടിക്കാഴ്ചകളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സംസ്ഥാനത്തെ അന്വേഷണങ്ങളും രാഷ്ട്രീയ ചർച്ചകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന ചോദ്യവും ഉയർത്തുന്നുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 50-ാം വകുപ്പിലെ 2-3 ഉപവകുപ്പുകൾ പ്രകാരമാണ് ED വിവേക് കിരണിന് സമൻസ് അയച്ചത്. രേഖകളും തെളിവുകളും ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥന് അധികാരം നൽകുന്നതാണ് ഈ വകുപ്പുകൾ. സമൻസിൽ വിവേക് കിരണിന്റെ വിലാസമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സൺ ഓഫ് പിണറായി വിജയൻ, ക്ലിഫ് ഹൗസ്, തിരുവനന്തപുരം എന്നാണ്. ഇത് ഔദ്യോഗിക വസതിയുടെ വിലാസത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് എത്തി എന്ന വസ്തുതയ്ക്ക് അടിവരയിടുന്നു. ഇതിനായി ആവശ്യപ്പെട്ട രേഖകൾ ആധാർ, പാൻ കാർഡ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്തുക്കളുടെ വിവരങ്ങൾ എന്നിവയാണ്. അന്നത്തെ ED കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ PK ആനന്ദ് ഈ സമൻസ് ലഭിച്ച അതേ ദിവസം രാത്രിയാണ് മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിശ്വസ്തനുമായിരുന്ന M ശിവശങ്കറിനെ ലൈഫ് മിഷൻ കേസിൽ ED അറസ്റ്റ് ചെയ്തതെന്ന വസ്തുത ഈ സംഭവത്തിന് ചരിത്രപരമായി പ്രാധാന്യം നൽകുന്നു. ശിവശങ്കറിന്റെ അറസ്റ്റ് വരെ നീണ്ട ലൈഫ് മിഷൻ അന്വേഷണം ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ കുടുംബാംഗത്തിലേക്ക് വരെ എത്തിയിരുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ഈ സമൻസ്. വിവേക് കിരണിന് സമൻസ് അയക്കാൻ കാരണമായ ലൈഫ് മിഷൻ കേസ് കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി ആരോപണങ്ങളിൽ ഒന്നാണ്. 2018 പ്രളയബാധിതർക്കായി തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിർമ്മിക്കാൻ ഉദ്ദേശിച്ച ഭവന സമുച്ചയ പദ്ധതിയുമായി ബന്ധപ്പെട്ടാണ് കേസ്. UAE സന്നദ്ധ സംഘടനയായ റെഡ് ക്രസന്റ് UAE കോൺസുലേറ്റ് മുഖേന സംസ്ഥാന സർക്കാരിന് പണം കൈമാറി. പദ്ധതിയുടെ നിർമ്മാണ കരാർ യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഈപ്പന് നൽകുന്നതിനായി കോടികളുടെ കൈക്കൂലി ഇടപാട് നടന്നുവെന്നാണ് ED കണ്ടെത്തിയത്. സന്തോഷ് ഈപ്പൻ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥർക്കും M ശിവശങ്കറിനുമായി ഏകദേശം 4.40 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന് EDയുടെ കുറ്റപത്രം പറയുന്നു. M ശിവശങ്കർ, സന്തോഷ് ഈപ്പൻ, സ്വപ്ന സുരേഷ്, PS സരിത, സന്ദീപ് നായർ എന്നിവർ കേസിൽ പ്രതികളാണ്. യഥാർത്ഥത്തിൽ നയതന്ത്ര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണത്തിനിടെ സ്വപ്ന സുരേഷിന്റെ ബാങ്ക് ലോക്കറിൽ കണ്ടെത്തിയ കറൻസി നോട്ടുകളാണ് ഈ കള്ളപ്പണ ഇടപാടിലേക്ക് EDയുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഈ പണം ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടിയുള്ള കോഴയാണെന്ന് കണ്ടെത്തിയതോടെയാണ് കേസ് ശിവശങ്കറിലേക്കും മറ്റു ഉന്നതരിലേക്കും നീണ്ടതും. വിദേശ സഹായം നേരിട്ട് സ്വീകരിച്ചതിലൂടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലംഘനം നടന്നുവെന്നും CBIയും കണ്ടെത്തിയിരുന്നു. വിവേക് കിരൺ സമൻസ് ലഭിച്ചിട്ടും 2023 ഫെബ്രുവരി 14 ED ഓഫീസിൽ ഹാജരായില്ല. എന്നാൽ ഹാജരാകാതിരുന്ന വിവേകിനെതിരെ EDയുടെ ഭാഗത്തു നിന്നും പിന്നീട് എന്ത് നടപടി ഉണ്ടായി എന്നതിനെക്കുറിച്ച് ഔദ്യോഗികമായി വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. വിവേക് കിരൺ നിലവിൽ അബുദാബിയിൽ ജോലി ചെയ്യുകയാണ്. UAE അധികൃതരിൽ നിന്നും ED വിവേകിന്റെ വിവരങ്ങൾ തേടിയിരുന്നതായി സൂചനകൾ ഉണ്ടായിരുന്നു. ഈ കേസിന്റെ നില എന്നാൽ സമൻസ് ഇപ്പോഴും സജീവമാണ്. അതിന്റെ ആധികാരികത ED വെബ്സൈറ്റിലെ വെരിഫൈ യുവർ സമൻസ് സംവിധാനം വഴി മനോരമ സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ആവശ്യമെങ്കിൽ ഈ കേസിൽ വിവേക് കിരണിനെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചേക്കാം. മുഖ്യമന്ത്രിയുടെ മകനെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിച്ചത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വഴിത്തിരിവാണ്. ലൈഫ് മിഷൻ കേസിന്റെ അഴിമതിയുടെ വീരുകൾ മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ശിവശങ്കറിനപ്പുറം ക്ലിഫ് ഹൗസിലേക്ക് എത്തിയിരുന്നു എന്ന ആരോപണത്തിന് ഈ സമൻസ് രേഖകൾ ശക്തി പകരുന്നു. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം EDയുടെ അന്വേഷണം ശക്തമായി മുന്നോട്ട് പോകുന്നതിന്റെ സൂചനയാണിത്. കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം നീക്കങ്ങൾ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ശക്തമായ പ്രതികരണങ്ങൾക്കും വഴിയൊരുക്കുന്നുണ്ട്. CPM BJP നേതൃത്വങ്ങൾ തമ്മിലുള്ള സംസ്ഥാന രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ഭാഗമായി ഈ വിഷയത്തെ പ്രതിപക്ഷം ഉയർത്തിക്കാട്ടാനുള്ള സാധ്യതയുമുണ്ട്. അതേസമയം കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയ പ്രേരിതമായി പ്രവർത്തിക്കുന്നുവെന്ന സംസ്ഥാന സർക്കാരിന്റെ പൊതുവായ ആരോപണങ്ങൾക്ക് ഈ പുതിയ വെളിപ്പെടുത്തൽ കൂടുതൽ ഊർജ്ജം നൽകുമോ എന്നും കണ്ടറിയേണ്ടതുണ്ട്. ശിവശങ്കറിന്റെ അറസ്റ്റിൽ ഒതുങ്ങാതെ ലൈഫ് മിഷൻ കേസിന്റെ അന്വേഷണം കൂടുതൽ ഉന്നതരിലേക്ക് നീളുമോ എന്നതാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മുഖ്യമന്ത്രിയുടെ മകൻ ED സമൻസ് അയച്ചുവെന്ന വാർത്ത ലൈഫ് മിഷൻ അഴിമതി കേസ് കേവലം ഉദ്യോഗസ്ഥ തലത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഭരണതലത്തിന്റെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് ബന്ധിപ്പിക്കാവുന്ന ഒന്നാണെന്ന സൂചനയും നൽകുന്നു. ഈ കേസിന്റെ തുടർ നടപടികൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും ഭരണകേന്ദ്ര ബന്ധങ്ങളെയും നിർണായകമായി സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ കേസ് കൊച്ചിയിലെ സാമ്പത്തിക കുറ്റവിചാരണ കോടതിയുടെ പരിഗണനയിലാണ്. EDയുടെ ഭാഗത്തു
നിന്നും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന അടുത്ത നീക്കം എന്തായിരിക്കും എന്നതും അതീവ പ്രാധാന്യത്തോടെ നിരീക്ഷിക്കപ്പെടുന്നുണ്ട്.